മുമ്പ് സവർക്കറായിരുന്നു വെള്ളക്കാരുടെ ഷൂസ് നക്കിയതെങ്കിൽ ആ ക്ലീനിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. അന്ന് സവർക്കർ നക്കിയതിന്റെ ബാക്കി തുടച്ചു നീക്കി നക്കി കൊടുക്കുന്ന പരമ്പരാഗതമായ രീതി RSSന്റെ രീതി ഇന്ന് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുകയാണ്. നരേന്ദ്രമോദി കത്തട്ടെ, RSSും BJPയും രണ്ടും നാടിനാപത്ത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തുണ്ടായ വിവാദപരമായ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച വിവാദം ഇത്തരം കേരളം അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ആളി കത്തുകയാണ്. നമുക്കറിയാം, ചൈന ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയുടെ മണ്ണ് ആക്രമിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉറങ്ങുകയാണ് എന്നാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ ഗുരുതരമായ ആരോപണവുമായി ഉന്നയിച്ച് മുന്നോട്ട് പോയത്. അതിനെ പ്രതിപാദിക്കുന്ന പുസ്തകത്തെ പോലും അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കാത്ത ഒരു കിരാത ഭരണകൂടം ഈ രാജ്യത്ത് മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നരേന്ദ്രമോദി ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് സംശയം തോന്നുകയാണ്. നമ്മുടെ അഭിമാനബോധത്തെ, ആത്മാഭിമാന ബോധത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ പോലും കവർന്നെടുത്തുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് എന്തും നടത്താനുള്ള അനുവാദം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, മുമ്പ് BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അറിയാം, എതിരാളികളായ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, ഭീരുക്കളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് BJP. ഇന്ന് നമുക്കറിയാം, 3 ടാങ്കറുമായി ചൈന ടാങ്കറുമായി കുറച്ച് പട്ടാളക്കാരുമായി ഇന്ത്യയുടെ മണ്ണ് കവർന്നെടുത്തിട്ട് പോലും നരേന്ദ്രമോദി കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. എവിടെയാണ് നരേന്ദ്രമോദിയുടെ ദേശസ്നേഹം എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. ഇവിടെ നമുക്കറിയാം, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതിനു മുമ്പ് നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, നെഹ്റു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ അത്തരം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വിദേശത്തുള്ള ഒരു നേതാക്കളുമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയിൽ ആര് അല്ലെങ്കിൽ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഇന്ത്യ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കും, എത്ര രൂപയ്ക്ക് വാങ്ങിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കും. ഇന്ത്യ ഇനി ഏതെങ്കിലും രാജ്യമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആ യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ട്രംപ് ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി മുട്ടിലെഴയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയായിരുന്നു ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണമുണ്ടായിരുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ വിരട്ടി ഓടിച്ച ചരിത്രം ഇന്ത്യക്കുണ്ട്. ഇവിടെ ചൈനക്കാർ 3 ടാങ്കറുമായി കുറച്ച് പട്ടാളക്കാരുമായി വന്ന് ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട ഭൂമികൾ കവർന്നെടുത്തുകൊണ്ട് പോകുമ്പോൾ നരേന്ദ്രമോദി കുറ്റകരമായിട്ടുള്ള മൗനമാണ് പാലിക്കുന്നത്. വലിയ ദേശസ്നേഹം വിളമ്പുന്നവരാണ്. നമുക്കറിയാം, ജയിച്ചു നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത പാകിസ്ഥാനെതിരെ എന്തെങ്കിലും 1-2 മിസൈൽ വിട്ടിട്ട് എന്താണ് ഗിരിപ്രവാസനം ഇവിടെ നടത്തുന്നത്? എത്രമാത്രം വീരവാദമാണ് ഇവിടെ നരേന്ദ്രമോദി നടത്തുന്നത്? ചൈന വന്ന് നമ്മുടെ ഭൂമി എടുത്തുകൊണ്ട് പോയിട്ട് പോലും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇവിടുത്തെ പരാമർശം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ നരവൻ തന്നെ ഈ വിവാദപരമായ അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവാദമായിട്ടുള്ള പരാമർശം നടത്തുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവിനെ എല്ലാം വിളിച്ചു. ചൈന ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭരണാധികാരി കൈയഴിയുന്ന ചരിത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ട്രംപിന്റെ മുന്നിൽ സമ്പൂർണ്ണമായി ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിയറ വയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. മുമ്പ് സവർക്കറായിരുന്നു വെള്ളക്കാരുടെ ഷൂസ് നക്കിയതെങ്കിൽ ആ ക്ലീനിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. അന്ന് സവർക്കർ നക്കിയതിന്റെ ബാക്കി തുടച്ചു നീക്കി നക്കി കൊടുക്കുന്ന പരമ്പരാഗതമായ രീതി RSSന്റെ രീതി ഇന്ന് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ട്രംപ് നിയന്ത്രിക്കുന്നതിൽ RSSകാർക്ക് അഭിമാനം തോന്നുക. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ഞങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ഞങ്ങൾ ഒരാളെയും അനുവദിക്കില്ല. അത് തന്നെയാണ് 47 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്തത്. ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം ഒരാളുടെ മുമ്പിലും പണയപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതാദ്യമായിട്ടാണോ ഇന്ത്യക്കാരെ, ഇന്ത്യൻ പൗരന്മാരെയും ഈ രാജ്യത്തെയും ഇതുപോലെ നരേന്ദ്രമോദിയും ട്രംപും അപമാനിക്കുന്നത്? നമുക്കറിയാം, അനധികൃത കുടിയേറ്റമെന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങ് വെച്ച് കയ്യാമം വെച്ച് ഫ്ലൈറ്റ് കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഒരക്ഷരം പോലും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ച് അപമാനിച്ചിട്ട് പോലും ഒരക്ഷരം പോലും ഈ നരേന്ദ്രമോദി മിണ്ടിയിട്ടില്ല. Gracias.
ഒരു ചർച്ചയായ വിഷയത്തിലാണ് അങ്ങനെ കത്തട്ട് നരേന്ദ്രമോദി കത്തട്ട് ചൈനക്കാർ കത്തട്ട് ട്രംപുകാർ കത്തട്ട് കത്തട്ടങ്ങനെ കത്തട്ട് നരേന്ദ്രമോദി കത്തട്ട് ചൈനക്കാരെ സംരക്ഷിക്കൂ നരേന്ദ്രമോദി കത്തട്ട് കത്തട്ടങ്ങനെ കത്തട്ട് ആളി കത്തട്ട് തുലയട്ട് ഇവിടെ തുലയട്ട് കാവി ഭരണം തുലയട്ട് തുലയട്ട് ഇവിടെ തുലയട്ട് മോദി ഭരണം തുലയട്ട് ചൈനക്കാരെ സംരക്ഷിക്കും മോദി ഭരണം തുലയട്ട്